അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വിവരങ്ങൾ നൽകിയെന്ന് PV അൻവർ വ്യക്തമാക്കി. വിജിലൻസ് കേസിന്റെ തുടർച്ചയാണ് ED കേസ്. ടീം പിണറായിസത്തിനെതിരെ ടീം UDF-നൊപ്പം ശക്തമായി ഉണ്ടാകുമെന്നും PV അൻവർ പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസ് ആണ്. അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമാസനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്നു മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണിത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ED ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികരണവുമായി ഫേസ്ബുക്കിൽ PV അൻവർ രംഗത്തെത്തിയത്. അതിൽ പറയുന്നു വിജിലൻസ് കേസിന്റെ തുടർച്ചയാണ് ഈ ED കേസ് എന്ന്. വിവരങ്ങൾ എന്താണ്? പ്രജിൻസി കണ്ണൻ PV അൻവർ അല്പം മുൻപാണ് ഫേസ്ബുക്ക് ലൈവിൽ വന്നത്. ഒരു ചാനൽ തന്നെ ED അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഫേസ്ബുക്ക് ലൈവിൽ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. മാത്രവുമല്ല, EDയുടെ മണിക്കൂറുകൾ നീണ്ട രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഫേസ്ബുക്ക് ലൈവിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന്, കേരളത്തിലെ വിജിലൻസ് ഒരു കേസ് എടുത്തു. ആ കേസ് എടുത്തത് കൊണ്ട് അത് കള്ളക്കേസാണെന്നാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ടാണ് EDയുടെ ഈ അന്വേഷണം ഉണ്ടായത്, EDയുടെ കേസ് ഉണ്ടായത്. അതിൽ ചോദ്യം ചെയ്യലിൽ ഞാൻ വിശദാംശങ്ങൾ നൽകി എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിണറായിസത്തിനെതിരായ പോരാട്ടം തുടരും, അതിൽ ടീം UDF-നൊപ്പം നിന്നുകൊണ്ടാണ് പോരാട്ടം എന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രതികരണം ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയത്. പക്ഷേ എന്നാൽ ED വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അൻവർ ഇന്ന് നൽകിയ ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴി വിശദമായി പരിശോധിക്കും. മാത്രവുമല്ല, അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായി എന്നുള്ളതും മണി ലോണ്ടറിംഗിന്റെ പരിധിയിൽ വരാവുന്ന രീതിയിലുള്ള വിവരങ്ങൾ EDക്ക് ലഭിച്ചു എന്നുള്ളതാണ് ED വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ സിമിയുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ മേൽനോട്ട ചുമതല അവരാണ് നിർവഹിക്കുന്നത്. ഏതായാലും ED ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പ്രജിൽ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.